പ്രശസ്ത ചരിത്രകാരൻ ഡോക്ടർ കെ.എൻ. പണിക്കർ അന്തരിച്ചു. വാർദ്ധക്യസഹജമായ അസുഖത്തെ തുടർന്ന് തിരുവനന്തപുരം SUT ആശുപത്രിയിലായിരുന്നു അന്ത്യം. ഇന്ത്യൻ മതനിരപേക്ഷതയുടെ കാവലാളായ ചരിത്രകാരനാണ് വിടവാങ്ങിയത്. ചരിത്രകാരൻ, വിദ്യാഭ്യാസ വിചക്ഷണൻ എന്നീ നിലകളിൽ നിരവധി സംഭാവനകൾ നൽകിയ ഡോക്ടർ എൻ പണിക്കർ 1936 ഏപ്രിൽ 6 ഗുരുവായൂരിലാണ് ജനിച്ചത്. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ ബിരുദ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. രാജസ്ഥാൻ സർവകലാശാലയിൽ നിന്ന് ബിരുദാനന്തര ബിരുദവും PhDയും നേടി. ഡൽഹി ജവഹർലാൽ നെഹ്റു സർവകലാശാലയിൽ ദീർഘകാലം അധ്യാപകനായിരുന്നു. സഹപാഠിയായിരുന്ന രാജസ്ഥാൻ സ്വദേശിനി ഉഷ ഭാർഗവ പിന്നീട് ജീവിത സഖിയായി. ബ്രിട്ടീഷ് അധിനിവേശ കാലഘട്ടത്തിലെ സാംസ്കാരിക ഭൗതിക ചരിത്രമാണ് പ്രധാനമായി പണിക്കരുടെ ഗവേഷണ മേഖല. ഇംഗ്ലീഷ് ഭാഷയിലാണ് കെ.എൻ. പണിക്കരുടെ ഗ്രന്ഥങ്ങളും പ്രബന്ധങ്ങളും രചിക്കപ്പെട്ടിട്ടുള്ളത്. എഗെയിൻസ്റ്റ് ലോർഡ് ആൻഡ് സ്റ്റേറ്റ്, റീജിയൻ ആൻഡ് പീസ് ആൻഡ് അപ്രൈസിംഗ് ഇൻ മലബാർ ഉൾപ്പെടെ ഒട്ടേറെ ചരിത്ര പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചു. പണിക്കരെക്കുറിച്ചുള്ള പുസ്തകം ചരിത്രമെന്ന പോർക്കളം 2019 പുറത്തിറങ്ങി. കലുഷിതമായ കാലം എന്ന പേരിൽ അദ്ദേഹത്തിന്റെ ആത്മകഥയും പുറത്തിറക്കിയിരുന്നു. ചരിത്രത്തിൻ്റെ നേരായ പാതയിൽ കൂടി ഗവേഷണവും പഠനങ്ങളും എല്ലാം നടത്തുവാൻ വേണ്ടിയുള്ള പരിശ്രമത്തെ പ്രൊഫസർ കെ.എൻ. പണിക്കർ ഒരു പോരാട്ടമായി കണ്ടു. കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല മുൻ വൈസ് ചാൻസലറായിരുന്ന കെ.എൻ. പണിക്കർ 12 വർഷം കേരള ചരിത്ര ഗവേഷണ കൗൺസിലിന്റെ അധ്യക്ഷനുമായി. ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ ആദ്യ ചെയർമാനായിരുന്നു. കേരള ചരിത്ര കോൺഗ്രസ് സ്ഥാപക അധ്യക്ഷനുമായി. 2017 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ടാംഗത്വം നൽകി ആദരിച്ചു. നാളെ വൈകിട്ട് തൈക്കാട് ശാന്തി കവാടത്തിലാണ് സംസ്കാരം. റിസർച്ച് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.